റെഡി. നിങ്ങൾക്ക് ആ ക്ലാസ് മിസ് ചെയ്യുന്നതിന് പേടിക്കണ്ട. ആ കാര്യം നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആപ്പിലേക്ക് അത് കിട്ടും. ഡോണ്ട് വറി. ദെൻ ആപ്പ് ആക്സസിബിലിറ്റി ഇല്ലാത്തവർ ഇത് കട്ട് ചെയ്തിട്ട് പൊയ്ക്കോളൂ. ആപ്പ് ആക്സസിബിലിറ്റി ഇല്ലാത്തവർ അത് അറ്റൻഡ് ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് അല്ലാണ്ട് ഇത് പോസിബിൾ ആക്കി തരാം ഈ സെഷൻ. ഓക്കെ, ആപ്പ് ആക്സസിബിലിറ്റി ഉള്ളവർ ചൂസ് ചെയ്തോളൂ. ഏതായാലും രണ്ടും നിങ്ങളുടെ ആപ്പിലേക്ക് വരും. ബട്ട് നമുക്ക് നാളെ ഈവനിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഒരു വലിയ സെഷൻ ഉണ്ട്. സോ നമുക്ക് അതിന്റെ തിയറി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സെഷൻ ഫ്രൂട്ട്ഫുൾ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. സോ വി ആർ മൂവിങ്. Okay, so first we would like to discuss what is the concept of ensemble. Concept of ensemble. Okay, നമ്മൾ കഴിഞ്ഞ ദിവസം ഫേസ് ട്രജക്ടറിയെ പറ്റിയിട്ട് പറഞ്ഞു. ഫേസ് ട്രജക്ടറിയിൽ എന്താ സംഭവിക്കുന്നത്? ഫേസ് സ്പേസ് ഇഫ് യു ടേക്ക് ഫേസ് സ്പേസ്, അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഇവോൾവ് ചെയ്യും. ഓക്കെ, വിച്ച് ഗീവ്സ് ടൈം എവല്യൂഷൻ ഓഫ് എ സിസ്റ്റം. ടൈം എവല്യൂഷൻ ഓഫ് എ സിസ്റ്റം, ഇതാണ് നമുക്ക് ഫേസ് സ്പേസിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ പോയിന്റും ഒരു സിസ്റ്റത്തിന്റെ മാക്രോസ്കോപ്പിക് സ്റ്റേറ്റിന്റെ ഡിഫറെന്റ് ടൈമിലുള്ള സ്റ്റേറ്റുകളായിരിക്കും. ഓക്കെ, ഈച്ച് പോയിന്റ് ഇൻ ദിസ് ഫേസ് സ്പേസ് ട്രജക്ടറി represents different states at different time. അതായത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണേ? യു ഹാവ് ഇക്വേഷൻസ്, ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഡോ എച്ച് ബൈ ഡോ പി ഐ ആൻഡ് പി ഐ ഡോട്ട് വിച്ച് ഇസ് മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ക്യു ഐ ആൻഡ് നിങ്ങൾക്ക് കിട്ടും പി ഐ. സോ ഇതാണ് സിസ്റ്റത്തിൽ ടൈം എവല്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. സോറി, ക്യൂസ് ആൻഡ് പീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ഇതിൽ ഓരോ പോയിന്റും റെപ്രസെന്റ് ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ് ആണ് ഡിഫറെന്റ് ടൈമിൽ. ഇപ്പോൾ ഒരു സിസ്റ്റത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് അതിന്റെ ഫേസ് സ്പേസ് ട്രജക്ടറി മനസ്സിലാക്കുക, ആ സിസ്റ്റത്തിനെ കുറെ നേരം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ആക്ച്വലി ടി ഈക്വൽ ടു 0 ടു സം ടി ഈക്വൽ ടു ടി എന്ന് പറയുന്ന ഒരു ടൈമിങ്ങിലുള്ള സിസ്റ്റത്തിന്റെ എവല്യൂഷൻ ആണ്. എന്നാൽ ഗിബ്സ് പുതിയൊരു ഐഡിയ കൊണ്ടുവന്നു. ഇങ്ങനെ കുറെ നേരം സിസ്റ്റത്തിനെ പഠിക്കുന്നതിന് പകരം അദ്ദേഹം ടൈമിനെ ഫിക്സ് ചെയ്തു. അതായത് ഒരു ഗിവൺ ഇൻസ്റ്റന്റിൽ സിസ്റ്റത്തിനെ ഒബ്സർവ് ചെയ്യുന്നെന്ന് അർത്ഥം. ഓക്കെ, ഹി ഫിക്സ്ഡ് ടൈം ആൻഡ് ഇൻട്രൊഡ്യൂസസ് എ സ്റ്റാറ്റിക് പിക്ചർ. A static picture is introduced by fixing time. By fixing the time. അപ്പോ ഈ കേസിൽ എന്തായിരിക്കും? ഇവിടെ ടൈം ഫിക്സ് ചെയ്യപ്പെടും അല്ലെ? P's and Q's are there. Here we are fixing time. അപ്പോ ഈ ഒരു കേസിൽ this is the phase trajectory of the system at t equal to fixed. അപ്പോ ഇപ്പൊ എന്താണ് ഈ ഒരു കേസിൽ എന്താണ്? ഓരോ പോയിന്റുകളും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് സിസ്റ്റം ആയിരിക്കും. ദേ ആർ മാക്രോസ്കോപ്പിക്കലി ഐഡന്റിക്കൽ. കാര്യം മാക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കുമ്പോൾ സിസ്റ്റത്തിന്റെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് മാത്രമാണ് കാണുന്നത്. ബട്ട് these points are microscopically different. So now each point or trajectory, each point in the trajectory macroscopically identical
but microscopically different. Microscopically, they are different from one another. So, and they are non-interacting also. Non-interacting. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ടി ഫിക്സ് ചെയ്തു. അതായത് ഒരു സമയത്തിലേക്ക് സിസ്റ്റത്തിനെ നോക്കി, എന്നിട്ട് സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ആ മാക്രോ സ്റ്റേറ്റിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നോൺ ഇന്ററാക്ടിങ് ആയിട്ടുള്ള മൈക്രോ സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ മൈക്രോ സ്റ്റേറ്റുകളെ അനലൈസ് ചെയ്തുകൊണ്ട് സിസ്റ്റം പ്രോപ്പർട്ടിയെ പഠിക്കാം. ഓക്കെ, അത്തരത്തിലുള്ള ലാർജ് കളക്ഷൻ ഓഫ് മൈക്രോസ്കോപ്പിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റങ്ങളെ വിളിക്കുന്ന പേരാണ് എൻസെമ്പിൾ. A collection of large number of independent systems which are microscopically identical. Okay, a collection of large number of independent system. They are, macroscopically identical, but microscopically different. Microscopically different. അപ്പോ ഈ മാക്രോസ്കോപ്പിക്കലി ഐഡന്റിക്കൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ അതിലുള്ള ചില പാരാമീറ്റേഴ്സ്, സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, വോളിയം, ടെമ്പറേച്ചർ, ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എനർജി, ഇവരെല്ലാം മാക്രോസ്കോപ്പിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇത് ഐഡന്റിക്കൽ ആയിരിക്കും, എന്നാൽ മൈക്രോസ്കോപ്പിക്കലി അവരുടെ മൈക്രോ സ്റ്റേറ്റുകളെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു കുറേ സിസ്റ്റത്തിന്റെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് എൻസെമ്പിൾ. അപ്പോൾ ഈ എൻസെമ്പിളുകളെ ഈ മാക്രോസ്കോപ്പിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ ഏതാണെന്ന് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ ക്വാണ്ടിറ്റികളാണ് മാക്രോസ്കോപ്പിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് 3 പ്രധാനപ്പെട്ട എൻസെമ്പിൾസിലേക്ക് നമുക്ക് പോവാം. വൺ ഈസ് മൈക്രോ കാനോണിക്കൽ. നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, വോളിയം, എനർജി, ഈ മാക്രോസ്കോപ്പിക് പാരാമീറ്ററുകളാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, അതായത് സിസ്റ്റത്തിന്റെ മാക്രോ സ്റ്റേറ്റ് തരുന്നത് ഈ പാരാമീറ്റേഴ്സ് ആണെങ്കിൽ, ദാറ്റ് എൻസെമ്പിൾ ഈസ് കാൾഡ് മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ. ഈ പാരാമീറ്റേഴ്സ് ആ ഐഡന്റിക്കൽ സിസ്റ്റംസിലെല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. ദെൻ കാനോണിക്കൽ എൻസെമ്പിൾ. കാനോണിക്കൽ എൻസെമ്പിൾ ഈ ഒരു കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, വോളിയം, ടെമ്പറേച്ചർ ഇത് എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യാം? എനർജിക്ക് എന്ത് ചെയ്യാം? വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ എൻസെമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ എനർജി ക്യാൻ ബി ഫ്ലക്ച്വേറ്റ്. ദെൻ അനദർ വൺ ഈസ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ. Grand canonical ensemble. Okay, where chemical potential nu and t. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിളിലേക്ക് നീങ്ങും. ദാറ്റ് എൻസെമ്പിൾ ഇസ് കോൾഡ് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ. ഇത് ഏത് എൻസെമ്പിൾ ആയിട്ട്, അതായത് സിസ്റ്റത്തിന്റെ മാക്രോസ്കോപ്പിക്കലി ഏത് പാരാമീറ്റർ ആണ് മാറുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എൻസെമ്പിൾസിന് ചൂസ് ചെയ്യുന്നത്. ഏത് എൻസെമ്പിളിൽ നിന്നും നമുക്ക് വർക്ക് ചെയ്യാം, which depends on which parameters are fixed. ഏതിൽ നിന്ന് വർക്ക് ചെയ്താലും സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടികളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ നൗ we are introducing a concept called, very important concept called the partition function. So ഇതെന്താ നമുക്ക് തരണേ ആക്ച്വലി, which actually gives how the particles are distributed among various levels of the system. It gives an idea of how the particles are partitioned among the various states of the system. Okay,
വേരിയസ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പറ്റിയ ഒരു ഐഡിയ തരുന്ന ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് പാർട്ടീഷൻ ഫംഗ്ഷൻ. സോ I am defining the probability of distribution. In state, say ES. ES എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി I can call it as PS. That is equal to e raised to minus beta ES divided by summation over S e raised to minus beta ES. Okay, where ES is the energy of S state, energy of state labeled by S, and this quantity beta is called inverse temperature or 1 by kBT. Okay, so this is the probability equation. Now the system have a degeneracy. അതായത് നമ്മളിപ്പോ ഒരു എനർജി ലെവൽ എടുക്കുമ്പോൾ സപ്പോസ് ദിസ് എനർജി ലെവൽ ഈസ് ഇ, അങ്ങനെ രണ്ട് ലെവലുകൾ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡീജനറസി. സപ്പോസ് ഇഫ് സിസ്റ്റം ഹാവ് എ ഡീജനറസി, system have a degeneracy GS, then we could write PS equal to e raised to minus beta ES into GS. ആ degeneracy കൂടെ എന്തെയും മൾട്ടിപ്ലൈ ചെയ്യപ്പെടും, divided by summation over S GS e raised to minus beta ES. Here you see a quantity in the denominator. That quantity is called the partition function of the system. Okay, സിസ്റ്റത്തിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. So what is partition function? This is partition function. So partition function is given by Z is equal to summation over S e raised to minus beta ES. If degeneracy is 1, or this is equal to summation S e raised, GS degeneracy e raised to minus beta ES. ഇത് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ കംപ്ലീറ്റ് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് CSIR-ന് എപ്പോഴും ജാമായാലും സ്റ്റാറ്റിസ്റ്റിക്കലി ഈസി സ്കോറിംഗ് ഒരു പേപ്പറാണ്. തെർമോ ആൻഡ് സ്റ്റാറ്റ്സ് ആർ ഈസി സ്കോറിംഗ് പേപ്പേഴ്സ്. ഈസി ആയിട്ട് 40 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും അങ്ങനെയല്ല. അതിൽ 50 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 35 ഏതാണ്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത്ര ബ്രില്യന്റ് സ്റ്റുഡൻസെ ഫുള്ളും ചെയ്യത്തുള്ളൂ. സോ ദിസ് വൺ ഈസ് വെരി ഈസി സ്കോറിംഗ് പേപ്പർ. ജസ്റ്റ് ഡിഫറൻഷിയേഷൻ മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് അത് വരും ക്ലാസ്സുകളിൽ ബോധ്യപ്പെടും. സോ നോക്കാം, ഇവിടെ പാർട്ടീഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് ഇതിനൊന്ന് ക്ലാസിഫൈ ചെയ്യാം. പാർട്ടീഷൻ ഫംഗ്ഷന്റെ ക്ലാസിഫിക്കേഷൻ. സോ വി ഹാവ് പാർട്ടീഷൻ ഫംഗ്ഷൻ and its classification. Listen, നമുക്ക് യൂഷ്വലി രണ്ട് തരത്തിലുള്ള സിസ്റ്റംസ് ആണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് കണ്ടിന്യൂസ് സിസ്റ്റംസ്, മറ്റൊന്ന് ഡിസ്ക്രീറ്റ് സിസ്റ്റംസ്. ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് സിസ്റ്റം ആണെങ്കിൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ വിളിക്കാം. പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ n particle system which is equal to 1 upon h raised to 3n, which is the degree of freedom, integral e raised to minus beta ES d cube q and d cube p. That will be the partition function. This is for particles are distinguishable. പാർട്ടിക്കിളുകൾ എങ്ങനെയാണെങ്കിൽ ഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ. ഇനി അല്ലെങ്കിൽ നോക്കുക, Zn is equal to 1 upon h power 3n integral e raised to minus beta ES d cube q and d cube p. Okay, so n particle system ആണ്, നമുക്ക് ഇങ്ങനെ എഴുതാം upon n, no issue. We can put the n there, no issue. But if the particles are indistinguishable, ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വരും. നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷന്റെ ടേമിൽ തന്നെ കണ്ടതാണ്, ഓർമ്മയുണ്ടോ? എന്ത് ചെയ്യണം? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ യു ഷുഡ് പുട്ട് n ഫാക്ടോറിയൽ ഡൗൺവേർഡ്, താഴെ n ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതിനെ നമുക്ക് സിംപ്ലി ഇങ്ങനെ എഴുതാം. പാർട്ടീഷൻ ഫംഗ്ഷൻ ഓഫ് n പാർട്ടിക്കിൾ സിസ്റ്റം ഈക്വൽ ടു
partition function of single particle whole power n, or partition function of n particles equal to partition function of single particle whole power n by n factorial. ഇത് ആൾക്കാർക്കാണ് ഇൻഡിസ്റ്റിങ്വിഷബിൾ, ഇതാർക്കാണ് ഡിസ്റ്റിങ്വിഷബിൾ. അതായത് ഒരാളുടെ കണ്ടുപിടിച്ചിട്ട് പവർ n ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ കേട്ടോ. സിംഗിൾ പാർട്ടിക്കിളിന്റെ കണ്ടുപിടിക്കുക, ദ ഹോൾ പവർ n you have to do. Okay, so what about discrete systems? If we have discrete system, the partition function of n particle is given by summation over s gs e raised to minus beta s. നമ്മൾ നേരത്തെ എഴുതിയത് ഡിസ്ക്രീറ്റ് സിസ്റ്റങ്ങളുടെ ആയിരുന്നു. or zn equal to partition function of a single particle whole power n. That's it. Okay, so ഇതാണ് n പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ പാർട്ടീഷൻ ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ. ഇത് മറന്നു പോകരുത്. ഇത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഹൗ വി ക്യാൻ അപ്ലൈ. സോ ബിഫോർ ദാറ്റ് പാർട്ടീഷൻ ഫംഗ്ഷനെ പറ്റിയിട്ട് ഒരു പോയിന്റ് കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ദെൻ വി വിൽ ഗോ ടു പ്രോബ്ലംസ്. Listen, suppose we have some non-interactive system, a system of non-interacting particle of non-interacting particles. Suppose we have I, J, K, etc. non-interacting particles are. Okay, so we could write the total probability. Total probability of the system, that will be Pi, Pj, Pk, etc. etc. ഓരോ ആൾക്കാരും സിസ്റ്റത്തിൽ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് യൂഷ്വലി പ്രോബബിലിറ്റിന്റെ കേസ് ആണ് കേട്ടോ. യൂഷ്വലി ദിസ് എന്തിന്റെ പ്രോബബിലിറ്റി എന്ന് അവിടെ തരണം. ഓക്കെ, ബട്ട് വി നോ ടോട്ടൽ എനർജി ഈസ് അഡിറ്റീവ്. ഇത് ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സിസ്റ്റത്തിന്റെ എന്തെങ്കിലും പ്രോബബിലിറ്റി കാണുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കണം. എന്ത് പ്രോബബിലിറ്റി എന്നോടെ ഡെഫിനറ്റ്ലി ഞാൻ തരുന്നില്ല. ഓക്കെ, ഇപ്പോൾ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ഹാവ് ടു ടേക്ക് EI പ്ലസ് EJ പ്ലസ് EK, ഈ രീതിയിൽ നമുക്ക് കൊടുക്കേണ്ടി വരും, പ്ലസ് എറ്റ്സെട്ര. ഇതെന്താണ് ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം. ആൻഡ് ഇഫ് ദിസ് ഇസ് എ കേസ്, ദ പാർട്ടീഷൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ ZIJK എറ്റ്സെട്ര. അതായത് സിസ്റ്റത്തിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ, ഈ നോൺ ഇന്ററാക്റ്റീവ് പാർട്ടിക്കിൾസിന്റെ സ്റ്റേറ്റുകളാണ് IJK. അത് ചിലപ്പം ട്രാൻസ്ലേഷൻ ആവാം, റൊട്ടേഷൻ ആവാം, വൈബ്രേഷൻ ആവാം, സം കൈൻഡ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ടുണ്ടാവുന്ന എനർജീസ് ആവാം, ലെവൽസ് ആവാം. സോ ടോട്ടൽ പാർട്ടീഷൻ ഫംഗ്ഷൻ വിൽ ബി ZI into ZJ into ZK etc. This is the total partition function. That is total partition function equal to total partition function Z will be equal to Z rotation into Z vibration into Z translation into etc. എന്തെല്ലാം അവിടെ ഉണ്ടോ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ടോട്ടൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത്. നമുക്കതൊരു പ്രോബ്ലം ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വി വിൽ ഡിസ്കസ് ദാറ്റ് പ്രോബ്ലം. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു ദ പ്രോബ്ലം വി ഹാവ് ടു അച്ചീവ് എ ഡീപ് നോളേജ് ഇൻ റൈറ്റിംഗ് പാർട്ടീഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ്സുകളെ എങ്ങനെ എഴുതാൻ നോക്കാം. Problems for non-degenerate states. Non-degenerate states. ഞാൻ കുറച്ച് എനർജി ലെവൽസ് തരാം കേട്ടോ. Suppose we have first problem, we have two systems, okay, having energy 0 and E. ഇവിടുത്തെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി P1 ഉം P2 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എല്ലാ പ്രോബ്ലത്തിലും നിങ്ങൾ പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കണം. And you have to find the partition function. So ഇവിടെ നിങ്ങൾ നോക്കിക്കേ, partition function equal to summation over s e raised to minus beta es. Okay, so first energy level എന്താണ്? 0 ആണ് അല്ലേ. So e raised to minus beta into 0 plus e raised to minus beta into e. E raised to 0 is 1 plus e raised to minus beta is as it is. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർട്ടീഷൻ ഫംഗ്ഷൻ. ഇനി പ്രോബബിലിറ്റി എന്താടാ? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് സ്റ്റേറ്റ് ഓർ എസ് സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ എസ് അപ്പോൺ ഇസഡ്.
That implies probability of first state will be equal to e raised to 0 by 1 plus e raised to minus beta e. This is nothing but 1 by 1 plus e raised to minus beta e. And P2 will be e raised to our energy level and then E. So e raised to minus beta e upon 1 plus e raised to minus beta e. P1 or P2 or add you get 1. Right? So this is the partition function. I hope you get that point. Now, average energy average energy of the system. Average energy. The average energy U that is given by summation over S ES PS. This is average energy. So, in this case, our system average energy okay, I have a formula. Okay, average energy is ESPS. In the above problem, that problem, we have 0 and E. The formula. This is for the case of non-degenerate and degenerate. Degeneracy include. Now, 0E. Now, U equal to energy level is 0. So, whatever it is, its probability P1 plus energy level E, its probability is P2. So, U will be equal to E raised to minus beta E 1 plus e raised to minus beta E. So, this is the total energy of the system. Okay. So, in your problems, P, U, and partition function. This is then 2. Confidence. Suppose you have energy levels minus E and plus E. Minus E and plus E. Okay. So your partition function is e raised to minus beta ES over summation. So that will be Z is equal to e raised to minus of minus E, that is plus beta E plus e raised to minus beta E. Your probability will be e raised to beta E divided by Z. And this is P1. And P2 will be e raised to minus beta E upon Z. What is your total energy? Total energy will be minus E into e raised to beta E divided by Z plus E raised to minus beta E divided by Z. Z common, so we could write like this. So you can take E outside, then it will become e raised to minus beta E minus e raised to beta E divided by e raised to beta E. Can we cancel it? No. One minus one plus one cancel. So this will be the answer. Okay. So next. We have next problem. I am giving a different system. Suppose we have energy E 0 minus E. What energy level is it a e raised to minus of minus beta E. So sorry, minus of beta minus E. So that is e raised to beta E plus next one is 1 plus e raised to minus beta E. Okay, so this is a partition function. Now you have probability P1 equal to e raised to beta E by Z, P2 equal to 1 upon Z, P3 equal to e raised to minus beta E by Z, right? And you have energies that will be minus E raised to beta E by Z plus 0 because energy is 0 plus e raised to minus beta E by Z. So that will be the total energy of the system. Okay, so Z in the value substitute the total energy I. Okay, so hope you know how to write partition function. No, next question.
to have energy level E and 3E. ഇതെങ്ങനെ എഴുതും? Z is equal to ആദ്യത്തെ ലെവൽ e raised to minus beta E plus അടുത്തത് e raised to minus 3, I'm sorry, beta 3E, that is 3 beta E. What is the probability? P1 equal to e raised to minus beta E divided by Z. P2 equal to e raised to minus 3 beta E divided by Z. Okay. So what is the total energy? Total energy will be equal to energy into its probability. That is E into e raised to minus beta E upon Z plus 3E into e raised to minus 3 beta E upon Z. So that will be the total energy of the system. Okay. ചില കേസുകളിലൊക്കെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു പാർട്ടിക്കിൾ വെക്കുകയാണ്. സപ്പോസ് ഇറ്റ് ഈസ് ഹാവ് സം മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ, ദെൻ അവിടുത്തെ ഇന്ററാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള എനർജി ലെവൽസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഇവിടെ ഞാൻ E1 എന്നൊക്കെ തന്നതിന് പകരം ഓക്കെ, സപ്പോസ് വി ഹാവ് എ പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം മൈനസ് മ്യൂ ഡോട്ട് എച്ച് ഓർ മ്യൂ നോട്ട് ബി, ഡിപ്പെൻഡിങ് ഓൺ ദി ആംഗിൾ ബിറ്റ്വീൻ എച്ച് ആൻഡ് മ്യൂ. Say this is h and your mu, this is theta, it can be positive or negative. Parallel angle negative, anti-parallel angle positive. So we have two levels. One is minus mu h, lower energy state. Another is plus mu h, which is higher energy state. So ingane varumbol nammade partition function z endana? Z is equal to e raised to minus beta mu h plus e raised to beta mu h. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ഈസ് എ പാർട്ടീഷൻ ഫംഗ്ഷൻ ബിക്കോസ് എനർജി ലെവൽസ് ഇപ്പൊ ഇതാണ്. വാട്ട് ഇസ് എ പ്രോബബിലിറ്റി? വേറെ വ്യത്യാസമൊന്നുമില്ലടാ. ഇവിടെ പ്രോബബിലിറ്റി എന്താണ്? ഇ റേസ് ടു മൈനസ് ബീറ്റ ഇക്ക് പകരം മൈനസ് മ്യൂ എച്ച്. സോ പ്ലസ് ബീറ്റ മ്യൂ എച്ച് അപ്പോൺ ഇസഡ്. P2 will be e raised to minus beta mu h upon z. What is the total energy of the system? E equal to or U equal to minus mu h, this is the energy, into probability e raised to plus beta mu h by z plus ഇവിടുത്തെ എനർജി എന്താ? mu h into e raised to minus beta mu h upon z. So that will be the total energy of the system. Okay, next problem. Suppose we have the states, two states. One state is 0 and the next state we have KBT. ഇങ്ങനെ തന്നിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/KBT. സോ നമുക്ക് കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഈ കേസിൽ പോസിബിൾ ആവും അല്ലേ? വാട്ട് ഈസ് അവർ പാർട്ടീഷൻ ഫംഗ്ഷൻ? വിച്ച് ഈസ് സമ്മേഷൻ ഓവർ എസ് e raised to minus beta es ആണ് അല്ലേ? That will be first state in energy 0 ആണ്. So e raised to 0 plus e raised to minus beta E. E is KBT. So that will be 1 plus e raised to minus 1. That is 1 plus 1 upon E. This is our partition function. What is the probability? Probability will be 1 upon Z because e raised to 0 is 1. That is P1. Second state in the probability P2 is e raised to minus 1. എങ്ങനെയാ minus 1 ഒന്ന്? Minus beta E. E is KBT. So I will cancel minus 1 by Z. Okay, what is the total energy? E equal to first state in energy 0 ആണ്. So 0 into P1 plus second state in energy KBT ആണ്. So KBT into P2, that is e raised to minus 1 upon Z. So that will be what? The total energy. നമ്മൾ substitute ചെയ്തു കഴിഞ്ഞാൽ e raised to minus 1 KBT 1 by 1 plus E, that is 1 plus E by E. That by E will be go here. So U will be KBT upon 1 plus E. So that will be the answer. Next one. Next question. Hope you are getting that idea of writing partition function. So we will stop with two more examples.
suppose we have energy states minus kBT, 0 kBT. What is Z? Z will be equal to e raised to minus beta into minus kBT plus e raised to minus beta 0 plus e raised to minus beta into kBT. That will be, our Z will be equal to e raised to 1 plus e raised to 0 is 1 plus e raised to minus 1. So that will be our partition function. So 1 plus e plus 1 by e. What is the corresponding probability? P1 equal to e raised to minus beta minus kBT. That will be 1 upon Z. P2 will be equal to 1 upon Z. P3 will be equal to e raised to minus 1 upon Z. Hope you get. What is the total energy of the system? U equal to minus kBT. Corresponding probability e raised to 1 upon Z. Next one, energy level 0. Adutado energy level kBT. Probability e raised to minus 1 by Z. So if we take kBT outside, kBT into by Z you can take out, you will get e raised to minus 1 minus e raised to 1. So that will be kBT upon Z and 1 plus e raised to minus 1 e raised to 1 into e raised to minus 1 e raised to 1. So that will be the final expression. Okay. Suppose you are given harmonic oscillator. Harmonic oscillator anengil partition function ningal engane aayirikkum ezhunnathu. Suppose you are given a harmonic oscillator, the partition function will be n plus of h cross omega ആണ് അവിടുത്തെ എനർജി ലെവൽ അല്ലേ. ഞാൻ ഇവിടെ രണ്ട് സ്റ്റേറ്റ് മാത്രം എടുക്കുകയാണ്. h cross omega by 2. അടുത്ത സ്റ്റേറ്റ് എന്തായിരിക്കും? 3h cross omega by 2. അപ്പോൾ പാർട്ടീഷൻ ഫംഗ്ഷൻ എങ്ങനെ വരും? z is equal to e raised to minus beta, e എന്ന് പറയുന്നത് h cross omega by 2 plus e raised to minus beta into 3h cross omega by 2. Okay. ഇതായിരിക്കും partition function. What is the probability? Probability P1 will be equal to e raised to h cross omega by 2. I'm sorry, minus beta is there by Z. P2 will be equal to e raised to minus beta into 3h cross omega by 2 upon Z. Okay. So what is the total energy of the system? That will be h cross omega by 2. That is energy into probability. That is e raised to minus beta h cross omega by 2 upon Z plus 3h cross omega by 2 energy of the next state into its probability. That is e raised to minus 3 beta h cross omega by 2 by Z. So this is the total energy of this particular system. നമുക്ക് ഇനി മെയിൻ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സിസ്റ്റവും കൂടി ഉണ്ട്, which is nothing but our energy states of a wire. So that will be Q will be equal to, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അതിനെ, നമ്മുടെ എനർജി ലെവൽസ് FL എന്നും മൈനസ് FL എന്നും എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ നാളെ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. സോ മൈനസ് FL ആൻഡ് FL എങ്ങനെ എഴുതാം പാർട്ടീഷൻ ഫംഗ്ഷൻ? പ്രോബബ്ലി യു മേ bored with the partition function, right? So e raised to minus beta e, ക്ക് പകരം minus FL ആണ്. So plus beta FL plus e raised to minus FL. So minus beta FL. This is the partition function. What is the probability? E raised to beta FL upon Z. Here P2, that will be e raised to minus beta FL upon Z. What is the total energy? Minus FL by, I'm sorry, P1, that is e raised to beta FL upon Z plus FL into e raised to minus beta FL upon Z. ഈ രീതിയിലാണ് സിസ്റ്റത്തിന്റെ, നമുക്ക് FL പുറത്തെടുത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഞാൻ അത് തൽക്കാലം ഇപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് the way of writing partition function for non-degenerate systems. System
നോൺ ഡീജനറേറ്റ് ആണെങ്കിൽ ഈ രീതിയിൽ വേണം നമ്മൾ പാർട്ടീഷൻ ഫങ്ഷൻസ് എല്ലാം എഴുതേണ്ടത്. ഇനി സിസ്റ്റം ഡീജനറേറ്റ് ആണെങ്കിൽ എങ്ങനെ ഇത് എഴുതാം? ഡീജനറേറ്റ് systems. ഡീജനറേറ്റ് സിസ്റ്റംസ് ആണെങ്കിൽ ഒരു എനർജി ലെവലിന് ഡീജനറസി ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു എനർജി ലെവൽ ഇ ആണെന്ന് വിചാരിച്ചോളൂ. ഇതിനിപ്പോൾ 2-fold ഡീജനറസി എന്ന് ഞാൻ പറയുന്നു. അതിനർത്ഥം ഇങ്ങനെ ഒരു എനർജി ലെവലും ഇങ്ങനെ ഒരു എനർജി ലെവലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. 3-fold ഡീജനറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be 3 degenerate states. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസിന്റെ ഇക്വേഷൻ എന്താണ്? Z is equal to summation over S GS e raised to minus beta ES. ഇതാണ് അതിന്റെ ഇക്വേഷൻ. So what is the equation for probability? P of S will be equal to GS e raised to minus beta ES upon the partition function, right? So this is the equation for the probability. Okay, so നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് അത് മനസ്സിലാക്കാം. 3-4 ഇവിടെയും ചെയ്യാം നമുക്ക്. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഫസ്റ്റ് വൺ, നമ്മുടെ സ്റ്റേറ്റ് ഇ ആണെന്ന് വിചാരിക്കുക, മറ്റൊരു സ്റ്റേറ്റ് 2E. ഇതിന്റെ നേരിട്ടാണെങ്കിൽ നമുക്കറിയാം, സപ്പോസ് വി ഹാവ് ഡീജനറസി G equal to 1, G equal to 2. അപ്പൊ നോക്കിക്കോളൂ, ആദ്യത്തെ ഞാൻ കൃത്യമായി എഴുതി തരാം. Z is equal to summation over S GS e raised to minus beta ES. That is equal to ആദ്യത്തെ സ്റ്റേറ്റ് നോക്കാം, ഡീജനറസി 1 ആണ്. 1 into e raised to minus beta E കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റ് പ്ലസ് ഡീജനറസി 2 ആണ്. 2 into e raised to 2 ആണ്, ഇസല്ലേ മക്കളെ, 2 into e raised to minus 2 beta E. Beta into 2E, so 2 minus 2 beta E. So our partition function is nothing but e raised to minus beta E plus 2 e raised to minus 2 beta E. This is the partition function of the system. Okay, suppose we are required to find the probability. What is the probability here? P1 equal to 1 into e raised to minus beta E by Z. P2 will be equal to 2 into e raised to minus 2 beta E by Z. You should be very careful while writing the ടോട്ടൽ എനർജി. ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുന്നതാണ് തെറ്റാതിരിക്കാൻ നല്ലത്. ഇത് പെട്ടെന്ന് ഒറ്റ വരിയിൽ എഴുതാൻ പറ്റും. തൽക്കാലം ഞാൻ ഇത് വെച്ച് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഇ എസ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഇ. എന്താണ് പി എസ്? ഇ റേസ്ഡ് ടു മൈനസ് ബീറ്റ ഇ ബൈ ഇസഡ് പ്ലസ് നെക്സ്റ്റ് സ്റ്റേറ്റിന്റെ ഡീജനറസി എനർജി എന്താണ്? 2E into PS. So 2 into e raised to minus 2 beta E by Z. So our total energy is entirely different from the case of degenerate, non-degenerate. So that is e raised to minus beta E by Z plus 4e raised to minus 2 beta E upon Z. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് സിസ്റ്റത്തിന്റെ കേസുകൾ നമ്മൾ വരുന്നത്. ഇത് ഇനിയിപ്പോ ഒറ്റയടിക്ക് എനർജി നമുക്ക് എഴുതാൻ പറ്റുമോ? നമുക്ക് മറ്റേത് കുറെ എഴുതി പ്രാക്ടീസ് ഉണ്ടല്ലേ. ഇവിടെ അത് പോസിബിൾ ആണോ? ഇവിടെയും പോസിബിൾ ആണ്. എങ്ങനെയാ? നമുക്ക് ഇവിടെ അറിയാം എനർജി ലെവൽ 1 ഉള്ളൂ. ഇവിടെ ഇപ്പുറത്തോ 2 ഉണ്ട്. ഇതിൻ്റെ 2 ഉണ്ട്. അപ്പൊ ടോട്ടൽ എനർജി എന്തായിരിക്കും? 4 ആയിരിക്കും. സോ അങ്ങനെ ആ ഒരു ഇതിൽ എഴുതിയാൽ മതി. ഇ ഇൻറ്റു ഇവിടുത്തെ പാർട്ടീഷൻ ഫംഗ്ഷൻ ഇ റേസ്ഡ് ടു മൈനസ് ബീറ്റ ഇ ബൈ ഇസഡ്. സോ ഇവിടുത്തെ ടോട്ടൽ എനർജി 4E ആണ്. അതായത് എനർജി ലെവൽ ഇൻറ്റു ഇറ്റ്സ് ഡീജനറസി മൾട്ടിപ്ലൈ ചെയ്യാം. എനർജി ലെവൽ ഇൻറ്റു ഇറ്റ്സ് ഡീജനറസി. അപ്പോൾ ഇവിടെ 4E ആണ്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം. 4E ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് 2 ബീറ്റ ഇ ബൈ ഇസഡ്. ഇത് തന്നെയായിരിക്കും. ഒറ്റ വരിയിൽ നമുക്ക് ടോട്ടൽ എനർജി എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലംസിൽ നിങ്ങൾ അങ്ങനെ ശ്രമിച്ചു നോക്കുക കേട്ടോ. ആദ്യം മര്യാദയ്ക്ക് എഴുതുക, എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, സോ നൗ next question. Suppose I am giving the energy levels like this: minus E, if I have 0, I have plus E, degeneracy G equal to 2, ഇവിടെ G equal to 0, no degeneracy, that is G equal to 1, not 0, and this is G equal to 3.
ആദ്യം നമുക്ക് മര്യാദയ്ക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതാം, വിച്ച് ഈസ് സമ്മേഷൻ ഓവർ എസ് ജി എസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ എസ്. ദാറ്റ് ഈസ് z is equal to 2 e raised to plus beta e plus 1 plus 3 e raised to minus 3 b. It's not 3 beta e, it's just beta e. I'm sorry for that. Okay, so it's just beta e because energy level is this. Our probability P1 will be e raised to beta e upon z, but there is twofold degenerate, therefore 2. Then P2 will be 1 upon z. P3 will be threefold degenerate, therefore 3 e raised to minus beta e upon z. Total energy നിങ്ങൾക്കറിയാം, ഇ എസ് പി എസ് വെച്ച് എഴുതാൻ നിങ്ങൾക്കറിയാം അല്ലെ. ഞാൻ അതല്ലാണ്ട് എഴുതി നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എനർജി ലെവല് മൈനസ് ഇ ആണ്. അങ്ങനെ രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോ മൈനസ് 2e e raised to beta e upon z. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് 0, നെക്സ്റ്റ് എനർജി ഇ. അങ്ങനെ 3 സ്റ്റേറ്റ് ഉണ്ട് അല്ലെ. അപ്പോ 3e ഇൻറ്റു e raised to മൈനസ് ബീറ്റ ഇ അപ്പോൺ z. അപ്പോ ഇതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഫൈനൽ എക്സ്പ്രഷൻ. I hope this is clear for you. Now, ഒരു 2-3 തരാം. അപ്പോൾ എഴുതി ഒന്ന് പതിയട്ടെ. ഇത് നമുക്ക് ഏറ്റവും പ്രധാനം ഇത് വൃത്തിയായി എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ്. Then rest of the things are very easy if you know differentiation. ബാക്കിയെല്ലാം ജസ്റ്റ് റിലേഷൻസ് മാത്രമേ ഉള്ളൂ. Even though you are not understanding statistical mechanics, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ നമ്മൾ കൺസെപ്റ്റും പറയും കേട്ടോ, വിഷമിക്കണ്ട. നൗ വി ഹാവ് സിസ്റ്റംസ് വിത്ത് എനർജി ഇ ആൻഡ് വിത്ത് എനർജി 2e. ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. ഹിയർ ഡീജനറസി ഈസ് 2, ഹിയർ വി ഹാവ് ഡീജനറസി ഈസ് 3. വാട്ട് ഈസ് ദ partition function? That is 2 e raised to minus beta e plus 3 e raised to minus 2 beta e. This is the partition function. What is the probability? 2 e raised to minus beta e upon z. P2 is 3 e raised to minus 2 beta e upon z. That is a probability. What is the total energy? 2e e raised to minus beta e upon z plus 2e യുടെ 3 ലെവൽ, അപ്പോൾ 6e e raised to minus 2 beta e by z. കണ്ടോ, ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി തെറ്റിക്കണ്ട. നിങ്ങൾ മര്യാദയ്ക്ക് ഇ എസ് പി എസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, നൗ ഇഫ് ഐ ഗിവ് one more, I will give you one more problem, last one. Suppose we have energy level E, energy level 2E, energy level 3E with some degeneracy 1, 2-fold, 3-fold. G ആണ് ഇത്. So what is your Z? Z will be equal to, so GS is 1, that is 1 e raised to minus beta e plus GS here 2, so 2 e raised to minus 2 beta e plus here you have 3-fold degeneracy, so 3 e raised to minus 3 beta e. Okay, now what is the probability? P1 will be equal to e raised to minus, I'm sorry, okay, probability degeneracy 1 ആണ്, therefore e raised to minus beta e by z. P2 will be 2 into e raised to minus 2 beta e by z. P3 equal to, I'm sorry, P3 equal to degeneracy is 3 into e raised to minus beta e, I'm sorry, with 3 beta e by z. What is the total energy? ഒറ്റ സ്റ്റെപ്പ് എഴുതി നോക്കടാ നിങ്ങളും. എന്തായിരിക്കും? ഇവിടെ ഒരു ഫോൾഡേ ഉള്ളൂ അല്ലേ. സോ e raised to minus beta e by z plus 2e ആണ് എനർജി ലെവൽ, രണ്ടെണ്ണം അങ്ങനെ ഉണ്ട്. സോ 4e raised to minus 2 beta e by z. കൺഫ്യൂഷൻ ആവരുതേ. ഈ 4eയും ഇവിടെ മുകളിൽ e raised to പവർ വരുന്നതും കൺഫ്യൂഷൻ ആവരുത്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇതാ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം.
summation over s ESPS. അപ്പോൾ തെറ്റൂല. പ്ലസ് ഇവിടെ 3-fold 3e state ആണ്. So 9e e raised to minus 3 beta e upon z. That will be the total energy of the system. Okay. So we will now discuss previous CSIR question. നമുക്ക് നാളത്തെ ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ അല്ലാണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി നമ്മൾ പറഞ്ഞതാണ്, അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഷോ ദാറ്റ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ ഓഫ് ടു ഇൻഡിപെൻഡന്റ് നോൺ ഇന്ററാക്ടിംഗ് സിസ്റ്റംസ് ഐ ആൻഡ് ജെ ഈസ് ഗിവൺ ബൈ ZI J equal to ZI ZJ. ഇതാണെന്ന് നമുക്ക് എങ്ങനെ എത്തിക്കാം? അത് വളരെ എളുപ്പമാണ്. നമുക്കറിയാം, രണ്ട് ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിളുകളുടെ രണ്ട് സ്റ്റേറ്റുകളിൽ വെച്ച് കഴിഞ്ഞാൽ ith സ്റ്റേറ്റിന്റെ പ്രോബബിലിറ്റി നമ്മൾ എഴുതി കഴിഞ്ഞാൽ, സപ്പോസ് വി ആർ ടേക്കിംഗ് ടു ഇൻഡിപെൻഡന്റ് സിസ്റ്റം, ഒന്നിന്റെ എനർജി EI, അടുത്തൊരു സിസ്റ്റം EJ, ഇവിടുത്തെ പ്രോബബിലിറ്റി PI, ഇവിടുത്തെ പ്രോബബിലിറ്റി PJ. Then PI will be e raised to minus beta EI by its partition function ZI. For this second system, it will be PJ, that is e raised to minus beta EJ. You should be very careful, ZJ. Okay, ZJ. ഇനി നമുക്കൊരു കാര്യം അറിയാം, ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, അതായത് ഈ രണ്ട് സിസ്റ്റം കൂടെ ചേർന്ന് കിട്ടുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് EI പ്ലസ് EJ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി EI പ്ലസ് EJ, രണ്ടും കൂടെ ചേർന്ന് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോ നിങ്ങൾ നോക്കുക, ഈ രണ്ടും കൂടെ ചേർന്നിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ അറിയാം. ഇനി നമുക്ക് കമ്പൈൻഡ് പ്രോബബിലിറ്റിയും കൂടെ ഇവിടെ ഒന്ന് നോക്കണം. കമ്പൈൻഡ് പ്രോബബിലിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, വിച്ച് വിൽ ബി, ഐ എം സോറി, PIJ. ദിസ് ഈസ് എ കമ്പൈൻഡ് പ്രോബബിലിറ്റി. അതെങ്ങനെയായിരിക്കും? e raised to minus beta E കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ ZIJ. ഇതിനെ നമ്മൾ ഒന്ന് എഴുതി കഴിഞ്ഞാൽ, ഇതിനെ നമുക്ക് ഏത് രീതിയിൽ എഴുതാം? e raised to minus beta E എന്ന് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം, EI plus EJ divided by ZIJ, that is this. So PIJ equal to e raised to minus beta EI into e raised to minus beta EJ divided by ZIJ. So I call it as equation 1. നമുക്ക് പക്ഷെ അറിയാം, probability of two different states while mixing, that will be PIJ will be equal to PI into PJ because those probabilities are independent. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? PI എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to minus beta EI അല്ലേ, by ZI into e raised to minus beta EJ by ZJ. This is equation 2. ഞാൻ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 divides 2 implies left side 1 ആവും, equal to e raised to minus beta I എല്ലാം അങ്ങ് കട്ട് ചെയ്ത് പോകും, ബാക്കി ZI into ZJ divided by ZIJ. That implies ZIJ equal to ZI into ZJ. So this is the partition function of the system. Total partition function is equal to partition function product of the partition function of the independent systems. Okay, so I think that is fine. Now അതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം അല്ലെ? നമുക്ക് അത് എങ്ങനെ ജനറലൈസ് ചെയ്യാം? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, നമുക്കിപ്പോ ഇൻഡിപെൻഡന്റ് സിസ്റ്റംസ് ഒരുപാടെണ്ണം ഉണ്ട് എങ്കിൽ ഓരോ ആൾക്കാരുടെയും പാർട്ടീഷൻ ഫങ്ഷൻസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് ജനറലൈസേഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 3 independent particles localized in space. Each particle have 2 states of energy. What are the states of energy? 0 and E. When the system is in thermal equilibrium with a heat bath at temperature T, calculate the partition function of the system. അവിടെ സിസ്റ്റത്തിൽ 3 ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഐ എം സോറി,
3 ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾസ്. അവിടെ അവൈലബിൾ സ്റ്റേറ്റ് എന്താണ്? 0യും Eയും ആണ്. അപ്പൊ നമ്മളൊന്ന് അത് വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഐഡിയ കിട്ടും. നമുക്ക് രണ്ട് എനർജി സ്റ്റേറ്റുകളാണ് ഉള്ളത് അല്ലെ, ഒന്ന് 0യും ഒന്ന് E എന്ന് പറയുന്ന സ്റ്റേറ്റും. സോ ദിസ് ഇസ് 0 എനർജി സ്റ്റേറ്റ്, ഇത് E എനർജി സ്റ്റേറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പാർട്ടീഷൻ ഫംഗ്ഷൻ, സിസ്റ്റത്തിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് വി ഹാവ് 3 പാർട്ടിക്കിൾസ്. അപ്പൊ നമുക്ക് തൽക്കാലം ഈ പാർട്ടിക്കിൾ ഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് ഉള്ള ഒരു അസംഷനിൽ മുന്നോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള പാർട്ടിക്കിൾ, ലെറ്റ് പാർട്ടിക്കിൾസ് ബി വാട്ട്, എ ബി സി അല്ലെങ്കിൽ എക്സ് വൈ സെഡ് എങ്ങനെ വേണോ എടുക്കാം. അപ്പൊ ആദ്യത്തെ പാർട്ടിക്കിളുകളെ എല്ലാം ഇവിടെ ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ എന്നേ പറയുന്നുള്ളൂ. അവിടെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഒന്നും പറയുന്നില്ല അല്ലെ. therefore we can have എ ബി സി ഒരു പോസിബിലിറ്റി ആണ്. എ ഇവിടെ വയ്ക്കുക, ബി എയും സി എയും ഇവിടെ വയ്ക്കുക. ഓ സി ആണേ, കഴിഞ്ഞല്ലോ. ബി എ ഇവിടെ വയ്ക്കുക, എയും സി എ ഇവിടെ വയ്ക്കുക, സി എ ഇവിടെ വയ്ക്കുക, എയും ബി എ ഇവിടെ വയ്ക്കുക, എയെ മോളി വയ്ക്കുക, ബിയും സിയും താഴെ വയ്ക്കുക, ബി എ മോളി വയ്ക്കുക, എയും സിയും താഴെ വയ്ക്കുക, ദെൻ സി എ മോളി വയ്ക്കുക, എയും ബിയും താഴെ വയ്ക്കുക, ദെൻ എ ബി സി എല്ലാരെയും കൂടെ പിടിച്ച് മോളി വയ്ക്കുക. ഇതാണ് നമുക്ക് സാധ്യതയുള്ള ഡിസ്ട്രിബ്യൂഷൻസ്. 1 2 3 4 5 6 7 8. കറക്റ്റ് അല്ലേ? 2 സ്റ്റേറ്റ് 3 പാർട്ടിക്കിൾ, അപ്പോ ഡിസ്റ്റിങ്വിഷബിൾ ആണ് 2 power 3. ശരിയല്ലേ? സോ വി ഹാവ് ദി എനർജി, ടോട്ടൽ എനർജിയെ ഞാൻ ഇവിടെ എഴുതി പോവാം. ടോട്ടൽ എനർജി, അതായത് പല പോസിബിലിറ്റികളുണ്ട് ഈ എനർജി ലെവലിലേക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പൊ ടോട്ടൽ എനർജി എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0 ആണ്. കാര്യം 3 പേരും ഇരിക്കുന്നത് ഇവിടെയാണ്. ഇതിൽ നോക്കുക, ഒരാൾ 0യിൽ നിൽക്കുന്നു, 2 പേര് മുകളിൽ ഇരിക്കുകയാണ്. അപ്പോ ഇവിടുത്തെ ഓക്കെ, ഇവിടുത്തെ ടോട്ടൽ എനർജി എന്താ? 2E. ഇവിടെ അതുപോലെ അല്ലേ 2E, ഇവിടെ അതുപോലെ അല്ലേ 2E. ഇവിടെയോ ഒരാള് മുകളില്, അപ്പോ എനർജി E, ബാക്കി രണ്ടുപേരും താഴെ 0, അപ്പൊ എനർജി E. ഇവിടെയും E, ഇവിടെയും E. ഇവിടെ 3 പേരും കയറി മുകളിൽ ഇരിക്കുകയാണ്, ടോട്ടൽ എനർജി 3E. അപ്പോ നമ്മുടെ എനർജി സ്റ്റേറ്റുകൾ ഇവിടെ എന്താണടാ? നമ്മുടെ എനർജി സ്റ്റേറ്റ് 0 എന്ന് പറയുന്ന ഒരു എനർജി സ്റ്റേറ്റ് നമുക്കുണ്ട്. ഇങ്ങോട്ട് വരയ്ക്കാം അല്ലെ. 0 എന്ന് പറയുന്ന ഒരു എനർജി സ്റ്റേറ്റ് ഉണ്ട്. അതിന് ഡീജനറസി വല്ലതും ഉണ്ടോ? ഇല്ല. E എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ എത്ര ഉണ്ട്? 3 സ്റ്റേറ്റുകൾ പോസിബിൾ ആണ്. അപ്പോ 3 ഫോൾഡ് ഡീജനറേറ്റ്. അടുത്തതോ 2E എന്ന് പറഞ്ഞ എനർജി സ്റ്റേറ്റ് ഉണ്ട്. അത് എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലെ. അതും 3 ഫോൾഡ് ഡീജനറേറ്റ്. നെക്സ്റ്റോ 3 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റ് ഉണ്ട്. അതെന്താണ്? ദാറ്റ് ഈസ് ജസ്റ്റ് 1 ഫോൾഡ് ഡീജനറേറ്റ്. നൗ യു ക്യാൻ റൈറ്റ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. Z is equal to summation over S gs a raised to minus beta es. That is first state no degeneracy. So 1 into e raised to minus beta into 0, that is e raised to 0, plus 3 into e raised to minus 3 beta e, plus 3-fold degenerate e raised to minus 2 beta e, plus 1-fold degenerate, that is e raised to minus 3 beta e. So our partition function will be equal to 1 plus 3 e raised to minus 3 beta e plus 3 e raised to minus 2 beta e plus e raised to minus 3 beta e. Okay, ഇതാണ് ഒരു one way of explanation. Okay. ഇനി ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും? പോസിബിൾ ആണ്. എങ്ങനെ എഴുതാം? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഈ രീതിയിൽ വരച്ചു കൂട്ടി എഴുതാനൊന്നും നിങ്ങൾ നിൽക്കരുത്. നോക്കാം. നമുക്കിവിടെ 2 എനർജി സ്റ്റേറ്റ് ഉണ്ട്, 3 പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ ഈ എനർജി സ്റ്റേറ്റിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റി എഴുതണം. ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ. അത് നമുക്ക് അറിയാം. ഇതിനുള്ള പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ 1 പ്ലസ് ഇ റേസ്ഡ് മൈനസ് ബീറ്റ ഇ എന്നുള്ളതാണ് ഒരാളെ വയ്ക്കാനുള്ള സാധ്യത. ഒരാളെ ഇങ്ങനെയും വയ്ക്കാം, ഇങ്ങനെയും വയ്ക്കാം. 2 സ്റ്റേറ്റുകളാണ് അവിടെ ഉള്ളത് അല്ലേ? ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ താഴെ ഇരിക്കാം അല്ലെങ്കിൽ മുകളിലിരിക്കാം. അപ്പൊ ഇതാണ് അവിടുത്തെ പോസിബിൾ വേ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ.
മൂന്ന് പാർട്ടിക്കിളുകൾക്ക് എങ്ങനെ എഴുതാം? Zn is equal to Z1 whole power n. ഇത് തന്നെ ഉപയോഗിക്കണം. So Z3 will be equal to 1 plus e raised to minus beta e whole power 3 a plus b whole cube, that is a cube plus 3 a square b plus ab square, that is 3 a b square plus b cube. So that is nothing but 1 plus 3 e raised to minus beta. I'm sorry. Okay. 1 plus 3 e raised to minus beta e plus 3 e raised to minus 2 beta e plus e raised to minus 3 beta e. So this is a partition function. Okay, നേരത്തെ അതേ സാധനമല്ലേ? അയ്യോ, no. ഇതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയോ? ഒരു മിനിറ്റ്. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എനർജി സ്റ്റേറ്റ് 3-fold ആണ്. അവിടുത്തെ എനർജി സ്റ്റേറ്റ് ഇ ആണ്. സോ ഇ റേസ് ടു മൈനസ്, സോറി, ഇവിടെ 3 ഇല്ലല്ലോ. ഇവിടെ ഇ അല്ലേ എനർജി സ്റ്റേറ്റ്? ഞാൻ ഇവിടെ എഴുതിയതാണ്, തെറ്റിപ്പോയത്. ഇത് ഇ ഉള്ളൂ. അടുത്തത് 2e ആണ്, അത് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. 3 ഇവിടെ തെറ്റിയതാണ് മക്കളെ, സോറി. ദിസ് ഇസ് ജസ്റ്റ് ബീറ്റ. നമ്മൾ കമന്റ് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല, നിങ്ങളും ശ്രദ്ധിച്ചില്ല, കുഴപ്പമില്ല. സോ അവിടെ ഇതും അതും ഇപ്പൊ കറക്റ്റ് അല്ലേ? ആണ്. അപ്പോ എളുപ്പം ഏതാണ്? ഇതാണ്. ഒരു പാർട്ടിക്കിളിനുള്ളത് എഴുതണം, പവർ n. അതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, നമുക്ക് n പാർട്ടിക്കിൾ സിസ്റ്റം എല്ലാം വരുമ്പോൾ അത് തന്നെ ആയിരിക്കണം നമ്മുടെ മെത്തേഡ്. നെക്സ്റ്റ് വൺ, ദ പാർട്ടീഷൻ ഫംഗ്ഷൻ ഓഫ് ടു ബോസ് പാർട്ടിക്കിൾ ഈച്ച് ക്യാൻ ഓക്യുപ്പൈ എനി ഓഫ് ദി എനർജി ലെവൽ 0 ആൻഡ് e. അപ്പോൾ ഇവിടെ ഉള്ള പോസിബിൾ സ്റ്റേറ്റ് 0യും eയും ആണ്. ബോസ് പാർട്ടിക്കിളുകൾ എന്ന് പറഞ്ഞാൽ സ്പിൻ 1 പാർട്ടിക്കിളുകളാണ്. നമ്മൾ അതിനെപ്പറ്റി പിന്നെ പറയും കേട്ടോ, അതിന്റെ തിയറി. അപ്പോ ഇവർക്ക് ഒരു ഗിവൺ സ്റ്റേറ്റിൽ എത്ര വേണമെങ്കിലും ഇരിക്കാം, ആരും ഇരിക്കാതെ ഇരിക്കാം. ഓക്കെ, ദേ ആർ ഹാവിംഗ് നോ റെസ്ട്രിക്ഷൻ വൈൽ ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് രണ്ട് ബോസ് പാർട്ടിക്കിൾ ഉണ്ട്. ദേ ആർ ഐഡന്റിക്കൽ. ബോസ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഐഡന്റിക്കൽ പാർട്ടിക്കിളുകളാണ്, ക്വാണ്ടം പാർട്ടിക്കിളുകളാണ് ബോസോൺസ്. ദേ ആർ ഐഡന്റിക്കൽ. Therefore, if I distribute, ഞാൻ ആ പാർട്ടിക്കിളിനെ എക്സ് എന്ന് എടുക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുണ്ടല്ലേ, അപ്പോൾ എക്സും എക്സ് എന്ന് എടുക്കാം. സോ രണ്ടുപേർക്ക് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഇത് 0 ആണ്. ഒരാൾക്ക് ഇവിടെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, അപ്പൊ ടോട്ടൽ എനർജി ഇ ആവും. രണ്ടുപേരും കയറി മുകളിൽ ഇരിക്കുക, അപ്പൊ ടോട്ടൽ എനർജി 2e ആവും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 0e 2e ആണ് അല്ലേ? പാർട്ടീഷൻ ഫംഗ്ഷൻ എന്താ? z is equal to e raised to 0 plus e raised to minus beta e plus e raised to minus 2 beta e, but beta equal to 1 upon kbt. So z will be equal to 1 plus e raised to minus e by kbt plus e raised to minus 2e by kbt. അത് ഏതാടാ സാധനം? 1 plus e raised to option A അല്ല, because of this 2, option B, right? Option B. Okay, good. Next one, next question. Like follow. Partition function of a single particle is Z alpha. The partition function of n such non-interacting gas molecules is, okay, നമുക്കറിയാം partition function of one particle is Z, then partition function of n particle is Z power n. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ ഈസ് Z ആൽഫ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ n പാർട്ടിക്കിൾ ആവുമ്പോൾ Z ആൽഫ ഹോൾ പവർ n ആയിരിക്കും. പക്ഷെ ഇവിടെ നോൺ ഇന്ററാക്ടിങ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ പാർട്ടിക്കിൾ ഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ ഇതായിരിക്കും.
ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇതായിരിക്കും. ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ വി വിൽ ഹാവ് Z indistinguishable, that Zn will be Z alpha whole power n divided by n factorial. അതുകൂടെ കൊടുക്കണം. This is for indistinguishable. ഇവിടെ ക്വസ്റ്റ്യനിൽ അത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ വരും, ഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ ഇതുമാണ്. അപ്പൊ രണ്ട് പോസിബിലിറ്റി അവിടെ ഉണ്ട് കേട്ടോ. അത് കൃത്യം മെൻഷൻഡ് അല്ല, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല ആക്ച്വലി. ഓക്കെ, സോ നൗ ട്രൈ ടു ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ അത് കൃത്യം ചെയ്താൽ യു വിൽ ക്വാളിഫൈ CSIR definitely. Okay, a system has energy level E0, 2 E0, 3 E0. ഇതാണ് എനർജി ലെവൽസ്. വേർ ദ എക്സൈറ്റഡ് എനർജീസ് ആർ ട്രിപ്ലി ഡീജനറേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഒന്ന് ഇതും മറ്റൊന്ന് ഇതും. ഇത് ട്രിപ്ലി ഡീജനറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എനർജി ലെവൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. 4 നോൺ ഇന്ററാക്ടിംഗ് ബോസോൺസ് ആർ പ്ലേസ്ഡ് ഇൻ ദ സിസ്റ്റം. നമുക്ക് 4 ബോസോൺസ് ഉണ്ട്, 4 ബോസോൺസ്. If the total energy of these bosons is 5 E0, the number of microstatic. 4 പേരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 5 E0 വരാൻ പാടുള്ളൂ ടോട്ടൽ എനർജി ആയിട്ട്. 5 E0 ഷുഡ് ബി ദ ടോട്ടൽ എനർജി. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്? ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 4 വരെ നമുക്ക് വയ്ക്കണം. ഞാനിപ്പോ അറിയാണ്ട് ഒരാളെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് വച്ചെന്ന് വെച്ചോ, we have 4 boson A 4 പേരാണേ. ഒരാളെ ഇവിടെ കൊണ്ട് വെച്ചെന്ന് വെച്ചോ, അപ്പൊ തന്നെ 3E ആയി. ഇനി നമ്മൾ ഏറ്റവും താഴത്തെ 3 വരെ വയ്ക്കണം. അപ്പോ 2ൽ വെച്ചാൽ ഓൾറെഡി 5 ആയി പോകും. 4 വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ അടുത്ത പോസിബിലിറ്റിക്ക് വേണ്ടി താഴെ കൊണ്ട് വയ്ക്കുമ്പോൾ 3 വരെ താഴെ വയ്ക്കുമ്പോൾ 3E0 പ്ലസ് ആദ്യത്തെ 3E0, അപ്പൊ 6E0 ആയി പോകും, 5E0 അല്ല. ടോട്ടൽ എനർജി 5E0 ആവണമെങ്കിൽ ഈ 3E0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ആൾക്കാരെ വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോ നമുക്ക് ഇനിയുള്ള കൺസ്ട്രെയിൻസ് കഴിഞ്ഞിട്ട് ബാക്കി എന്തേ ഉള്ളൂ? E0 ഉണ്ട്, ബാക്കി 3 എനർജി ലെവൽ ഉണ്ട്. അവന്മാരുടെ ഒക്കെ എനർജി എന്താണ്? 2E0 ആണ്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ എനർജി 5E0 വരണം. അപ്പോ എങ്ങനെ വയ്ക്കാം? എന്താണ് ഇവിടുത്തെ ഒരു സാധ്യത? 5E0 വരണമെങ്കിൽ ഒരു ആളെ ഇവിടെ വച്ചു, ബാക്കി 3 വരെ ഈ ലെവലിൽ വെച്ചു. ഒരാളെ ഇവിടെ വച്ചു, ബാക്കി 3 വരെ, ഐ ആം സോറി 5E0 അല്ലേ, തിരിഞ്ഞു പോയി കേട്ടോ ഞാൻ പറഞ്ഞേ. ഇവിടെ ഒരാളെ വെച്ചു, സോ 2E0. ബാക്കി 3 പേരെ ഇവിടെ വെച്ചു, ശരിയല്ലേ? അപ്പൊ ടോട്ടൽ എനർജി 5E0 ആവും. ഇനി ഒരാളെ ഇവിടെ വെച്ചു, ബാക്കി 3 വരെ താഴെ തന്നെ ഇട്ടു, അതും 5E0 ആണ്. 3 വരെ ഇവിടെ വെച്ചു, സോ ടോട്ടൽ എനർജി 3 ആയേ ഉള്ളൂ. ബാക്കി ഒരാളെ ഇവിടെ വയ്ക്കാം, അതെല്ലാം കൺസിഡർ ചെയ്തു. ഇനി അടുത്തത് ഇവിടെയും വയ്ക്കാം, അങ്ങനെയാണെങ്കിലും 5E0 ആണ്. സോ നമുക്കിവിടെ കിട്ടും ടോട്ടൽ എനർജി 5E0 ആവുന്ന രീതിയിൽ 3 പോസിബിലിറ്റി ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് വിൽ ബി 3. ഓക്കെ, it is 3. The ensemble of quantum oscillator kept at a temperature T. The partition function of the oscillator with the energy n plus half is given by. Okay, ഒരു ക്വാണ്ടം ഓസിലേറ്ററിനെ നമ്മൾ T ടെമ്പറേച്ചറിൽ കെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് എ പാർട്ടീഷൻ ഫംഗ്ഷൻ? ഇതാണ് ചോദ്യം. സോ ദാറ്റ് വിൽ ബി Z will be equal to summation over S e raised to minus beta ES. അപ്പോ നമ്മുടെ ES എന്ന് പറയുന്നത് n plus half ആണ്, h cross omega ആണ്. നമുക്കറിയാം n can take value 0, 1, 2, 3 etc. അങ്ങനെയാണെങ്കിൽ Z will be equal to n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ
e raised to minus beta h cross omega by 2 എന്നാവും അല്ലേ? അടുത്തത് 1 കൊടുത്തു കഴിഞ്ഞാൽ 3h cross omega by 2. That is e raised to minus beta 3h cross omega by 2. അടുത്തത് e raised to minus beta 5h cross omega by 2 plus so on. Therefore, z will be equal to e raised to minus beta h cross omega by 2 നെ പുറത്തെടുക്കാം. ബാക്കി 1 plus e raised to minus beta h cross omega plus e raised to minus 2 beta h cross omega plus etc. So this is a geometry progression, right? So first term is 1, common ratio is e raised to minus beta h cross omega. So sum of infinite terms is a by 1 minus r. Therefore z will be equal to e raised to minus beta h cross omega by 2, which is here, divided by into ഇത് എങ്ങനെ എഴുതാം? a ഫസ്റ്റ് ടൈം 1 upon 1 minus r, 1 minus r, r എന്ന് പറയുന്നത് e raised to minus beta h cross omega. So ഇങ്ങനെ ഒരു ടേം ഉണ്ടോ? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ വേണമെങ്കിൽ ഇതൊരു CSIR ക്വസ്റ്റ്യൻ ആണ്. അവിടെ കുറച്ചുകൂടെ മെത്തേഡ് കുറച്ചുകൂടെ മാറ്റി തന്നെ ഇതിൽ നമുക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ ഡിസ്കസ് ചെയ്യും, ഡോണ്ട് വറി. e raised to minus beta h cross omega by 2 divided by 1 minus e raised to minus beta h cross omega by 2. ഇങ്ങനെയാണല്ലോ. that is z is equal to 1 upon, ഇതിനെ ഞാൻ താഴേക്ക് കൊണ്ടുവന്നു, അതെന്താവും? e raised to plus beta h cross omega by 2 minus e raised to minus beta h cross omega by 2. ഇവിടെ 2 ഇല്ലേ? 2 ഉണ്ടോ? ഇല്ല. സോ എന്താണ്? സൈൻ ഹൈപ്പർബോളിക്കുമായിട്ട് ബന്ധമുണ്ട് അല്ലേ? ഒരു ബൈ 2ന്റെ ഒരു കുറവേ ഉള്ളൂ. സോ 2 ഇട്ട് കൊടുക്കുക. സോ z is equal to 1 by 2 sine hyperbolic beta h cross omega by 2. So this can be simplified like this. Okay, അപ്പോൾ നമ്മുടെ ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്.